ഈ മിക്ക മൈഗ്രെയിൻ പേഷ്യൻസും ആദ്യം ചോദിക്കുക, ഈ തലവേദന ഒഴിവാക്കാൻ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ, മാർഗങ്ങളുണ്ടോ എന്നൊക്കെയാണ്. ഹെഡേക്ക് നിങ്ങൾക്ക് മൈഗ്രെയിനിൽ സൂപ്പർഫിഷ്യലായി അനുഭവപ്പെടുന്ന ഒരു സിംറ്റം മാത്രമാണ്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ തലവേദന വരുന്നത് എന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. മെജോറിറ്റി മൈഗ്രെയിൻ കേസിലും മെയിൻ റീസൺ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആണ്. അതുപോലെ എൻഡോക്രൈനോളജിക്കൽ കണ്ടീഷൻസ്, പ്രത്യേകിച്ച് പല മൈഗ്രെയിൻ കേസിലും ഹൈപ്പോതൈറോയിഡിസം കാണാം. ഇപ്പോ സ്ത്രീകൾക്കാണ് മൈഗ്രെയിൻ കോമൺ ആയി കാണുന്നത് എന്ന് പറയും. സോ ഒവേറിയൻ സിസ്റ്റ്, എൻഡോമെട്രിയോസിസ്, യൂട്രൈൻ ഫൈബ്രോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് അവർക്കുണ്ടോ എന്ന് നോക്കും. ഇങ്ങനെയുള്ളവർക്ക് ഹോർമോണൽ ഇംബാലൻസ്, വെയിറ്റ് ഗെയിൻ, പീരീഡ്സ് കറക്റ്റ് ആവില്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ഇത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികമായ ബുദ്ധിമുട്ടുകൾ. സപ്പോസ് ഒരു മെന്റൽ ട്രോമ അല്ലെങ്കിൽ ഓവറായ ആങ്സൈറ്റി, ഡിപ്രഷൻ, പേടി, ഇങ്ങനെ പല എലമെന്റ്സും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിലും പ്രോഗ്രസ് ചെയ്യുന്നതിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തലവേദന വരുമ്പോൾ ഡോക്ടറെ കാണും, മെഡിസിൻസ് കഴിക്കും, മാറും, പിന്നെയും വരും, ഡോക്ടറെ കാണും. ഒരു ലൂപ്പ് പോലെ ഇത് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇത് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് അല്ല. ശരിയായ കാരണം കണ്ടെത്തി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിനും ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ആവും.